ഹൈക്കോടതി ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം, സർക്കാരും ദേവസ്വം ബോർഡും ആവശ്യപ്പെട്ട പ്രകാരം ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നടക്കേണ്ടത്. ദേവസ്വം വിജിലൻസ് SP ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം തീയതിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ്. ആ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞാൽ ആ പുതിയ അന്വേഷണ സമിതി അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ സമിതി വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വിജിലൻസ് SP 10-ാം തീയതി കോടതിക്ക് റിപ്പോർട്ട് കൊടുത്താൽ അതിന്റെ ഒരു കോപ്പി അതിനുശേഷം എനിക്കും തരും. അതിനുശേഷം തുടർന്നുള്ള നടപടികൾ, കൂടുതൽ ഉദ്യോഗസ്ഥർ വല്ലതും ഇതിൽ പെട്ടിട്ടുണ്ടോ, റിട്ടയർഡായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാം. ഇതില് ഇന്നിപ്പോ കണ്ടർ രാജീവ് പറഞ്ഞൊരു കാര്യം, മുമ്പ് ഇത് കൊണ്ടുപോകുമ്പോൾ താൻ അനുമതിയൊന്നും കൊടുത്തിട്ടില്ല, പുറത്ത് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് രാജീവ് പറയുന്നത്. പ്രസിഡന്റ് പലപ്പോഴും പറഞ്ഞത് തന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഞാന് തന്ത്രിമാരെയൊന്നും വിവാദത്തിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്ത്രിമാരും ദേവസ്വം ബോർഡും തമ്മിൽ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ആ ബന്ധം അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട്. അത് ഞാൻ പറഞ്ഞത് റെക്കോർഡിക്കലായി ഞങ്ങളിലുണ്ട്. അതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം പുതിയ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഞങ്ങൾ കൈമാറും. നേരത്തെ SP-യുടെ മുന്നിൽ അത് കൈമാറിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരം വിവാദത്തിലേക്ക് ഞാനില്ല. അത് പുതിയ അന്വേഷണ സമിതി പരിശോധിക്കട്ടെ, പരിശോധിച്ച കാര്യങ്ങൾ പുറത്തുവിടട്ടെ. അപ്പോഴും ഞാൻ പറയുന്നു, തന്ത്രി പരസ്യമായിട്ട് പറഞ്ഞത്. പക്ഷെ ഞാനത് പറയില്ല, പറയാൻ പാടില്ലല്ലോ ഞാൻ. പക്ഷെ ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. കൃത്യമായ ഇപ്പോഴത്തെ തന്ത്രി അല്ലെങ്കിൽ നേരത്തെ തന്ത്രി അതെല്ലാം ഞങ്ങളിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. അത് അന്വേഷണ സമിതി പരിശോധിക്കട്ടെ. ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു പുതിയ അന്വേഷണ സമിതിയെ കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞാനത് അവരെ മുന്നിൽ അത് പറയും. ഒരു വിവാദത്തിലേക്ക് ഞാനില്ല. പക്ഷേ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമിതിക്ക് മുന്നിൽ, ഈ പുതിയ അന്വേഷണ സമിതിക്ക് ഞങ്ങളിൽ റെക്കോർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്, ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവിൽ ഈ ഭരണസമിതിയുടെ കാര്യത്തിൽ ചില സംശയം പറയുന്നുണ്ട്. അതായത് 2025 അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഒരു ഉത്തരവിറക്കിയാണ്. ഇത് ഇവിടെ വെച്ച് തന്നെ ചെയ്യണം, സ്മാർട്ട് ക്രിയേഷൻ അതിന് യോഗ്യതയുള്ള ഒരു കമ്പനിയല്ല. പക്ഷെ 8 ദിവസം കൊണ്ട് ആ മെയിൽ അദ്ദേഹം പിൻവലിച്ചതായി പറഞ്ഞു. അത് ദുരൂഹമായിട്ടാണല്ലോ പറയുന്നത്. ഒരു ദുരൂഹതയില്ല. അത് നിങ്ങൾക്ക് തോന്നുന്ന ദുരൂഹതയാണ്. അതിലൊരു ദുരൂഹതയില്ല. അത് തിരുവാഭരണം കമ്മീഷണർ പുതുതായി വന്ന ഉദ്യോഗസ്ഥനാണ്. പുതുതായി വന്ന ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് അയക്കുന്നു. അദ്ദേഹം തന്നെ വീണ്ടും 8 ദിവസത്തിന് മാറ്റി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞ അതെല്ലാം വരട്ടെ. അതെല്ലാം പിൻവലിച്ചതിൽ അദ്ദേഹം ഞാൻ ആ റിപ്പോർട്ട് കണ്ടു. ആ പിൻവലിച്ചതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞു. റേറ്റിംഗുമായി ബന്ധപ്പെട്ട ആധികാരികമായ സ്ഥാപനമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതോടുകൂടി വീണ്ടും അടുത്ത റിപ്പോർട്ട് ഞങ്ങൾ അയക്കുന്നു. അപ്പൊ ഇതില് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടു എന്നുള്ള സത്യമല്ലേ? സത്യമല്ലെന്ന് ആരാ പറയുന്നത്? ഞങ്ങൾ തിരുവാഭരണം കമ്മീഷണർ വാറന്റി ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബന്ധപ്പെട്ടു. അകത്തൊക്കെ ഇവിടെ പരസ്യമായിട്ടുള്ളതല്ലേ? തിരുവാഭരണം കമ്മീഷണർക്ക് അത് അറിയില്ലായിരുന്നു. ഈ പുതുതായി വന്ന ഉദ്യോഗസ്ഥരല്ലേ? നേരത്തെ ഉണ്ടായിരുന്നത് സുനില എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറായിരുന്നു. അതിനുശേഷമാണ് പുതിയ ഉദ്യോഗസ്ഥനാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷനാണ്. അതൊന്നും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ചില മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അഭേദ്യമായ ബന്ധമുണ്ടോ എന്ന് വരുത്താനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മാത്രമല്ല ഒരു അവതാരങ്ങളുമായും ഈ ബോർഡിന് ഒരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ബോർഡിന് ബന്ധമുണ്ടായിരുന്നു, നിങ്ങൾ അടുത്ത നിങ്ങൾ അതായിരിക്കും വരാൻ പോകുന്നത്. അതെല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബോർഡിലെ ആളുകൾക്കും അതുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ അന്വേഷണ സമിതി വന്നിരിക്കുകയല്ലേ, അവർ പരിശോധിക്കട്ടെ. സ്വർണം ഉണ്ടായിരുന്നൊന്നും സത്യമാണല്ലോ. കാരണം ഞങ്ങളുടെ SP പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശി പാളി എന്നാണല്ലോ. അപ്പൊ അതിന് മുൻപുള്ള ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഉത്തരവാദിത്വം. ഭരണസമിതി എന്ന് ഞാൻ പറയാം, അതൊക്കെ പരിശോധിക്കട്ടെ. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് ഞങ്ങളുടെ SP ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവുമായി. ഉദ്യോഗസ്ഥൻ പറയുന്നത് ഭരണസമിതി അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രം അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് പറയുന്നത് പത്മകുമാർ പറയാതെ അറിയാതെ ഒരു ഉത്തരവും ഞങ്ങൾ ഇറക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വിവാദത്തിൽ ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രം പഴിചാരി നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് മാത്രം അങ്ങനെ ഇപ്പൊ PS പ്രശാന്ത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടന്നാൽ സ്വാഭാവികമായും താങ്കൾ അതിൽ ഇടപെടില്ലേ, തടയില്ലേ? ഞാൻ പറയുന്നത്
ഇപ്പം ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ആധികാരികമായ റിപ്പോർട്ട് എന്താ? ഞങ്ങളുടെ SP ഞങ്ങൾക്ക് തന്നെ ഇടക്കാല റിപ്പോർട്ടല്ലേ. ആ റിപ്പോർട്ടിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ പങ്കും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ഞാൻ നടപടിയെടുത്തു. ഇനി ആ ഉദ്യോഗസ്ഥൻ അന്തിമ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചും നടപടി ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതൊക്കെ അന്വേഷിക്കാനാണ് പുതിയ അന്വേഷണ സമിതി ഉള്ളത്. അത് അന്വേഷിക്കട്ടെ, അവർ കണ്ടെത്തട്ടെ. എനിക്കതിൽ പങ്കുണ്ടെങ്കിൽ പോലും ഞാൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് എന്റെ നിലപാട്. എനിക്കതിൽ പങ്കുണ്ടെങ്കിൽ പോലും എന്നെയും ശിക്ഷിക്കണമെന്നുള്ളതാണ് എന്റെ നിലപാട്. അതിനപ്പുറം ഞാൻ ഒന്നും പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞ അതിനാണല്ലോ ഇപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞെന്താ, 99 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാം സമഗ്രമായി അന്വേഷിക്കട്ടെ. സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ എല്ലാം വരില്ലേ? അത് ബോർഡായാലും വരും, ഉദ്യോഗസ്ഥന്മാരുടെ ആയാലും വരും, എല്ലാം വരുമല്ലോ. അത് ഞാൻ പറയുന്നത് എന്റെ പങ്കുവരെ അന്വേഷിക്കേണ്ടത്. അതെന്താ കുഴപ്പം? അല്ല, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ എന്തായാലും കോടതി ഒരു സമഗ്രമായ ടീമിനെ വച്ചു. അപ്പൊ എനിക്ക് നിങ്ങളോടല്ല പറയാനുള്ളത്, പ്രധാനമായും പ്രതിപക്ഷത്തോടും ഈ ദേവസ്വം ബോർഡിന്റെ രക്തത്തിനും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ രക്തത്തിനും വേണ്ടി ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടല്ല ഒരു ഏജൻസി വെച്ചത്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? കോടതിയുടെ ആവശ്യപ്പെട്ടിട്ടാണ് സമഗ്രമായ അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത്. എങ്ങനെ? കോടതിയുടെ നിരീക്ഷണത്തിൽ. അപ്പൊ കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ആ റിപ്പോർട്ട് കോടതി സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി ആയതുകൊണ്ട് കൃത്യമായി അന്വേഷിക്കും. കോടതിയുടെ നിരീക്ഷണത്തിലാണ്. അതുവരെയെങ്കിലും ഈ ശബരിമല മഹോത്സവം ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കുറേ പണികൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതിനൊന്ന് അനുവദിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്. അദ്ദേഹം പറയാണ് ഏതോ കോടീശ്വരന്റെ വീട്ടിൽ അതിരിക്കും. അദ്ദേഹം ആരുടെ വാക്ക് പറഞ്ഞിട്ട് ആദ്യം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് ചോദിച്ചിട്ടല്ലേ? ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആരോപണം ഏറ്റെടുത്തിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 4 കിലോ സ്വർണം കെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം. അപ്പൊ ഏതോ ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, പ്രതിപക്ഷം വിളിച്ച് ചോദിച്ചാൽ മതി ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് പ്രതിപക്ഷം ചോദിച്ചാൽ മതി. എന്തായാലും എനിക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് അങ്ങനെ ചോദിക്കാനുള്ള ബന്ധങ്ങളൊന്നുമില്ല. ആ കച്ചവടത്തിന്റെ ഇടനിലക്കാരൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അതൊക്കെ അന്വേഷിക്കട്ടെ. പക്ഷെ അദ്ദേഹം അതൊക്കെ അന്വേഷിക്കട്ടെ. താങ്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന വിവാദമാണ്. താങ്കൾ നിരന്തരമായി ഞങ്ങളെ കാണുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഈ വിവാദ കാലത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ കമാന്നൊരു അക്ഷരം ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലേ. ഞാൻ പറയുന്നത് ആയിക്കോട്ടെ, വരട്ടെ, അന്വേഷണം വരട്ടെ. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊന്നും അത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, പറയാനും പാടില്ല. അതെ, ഇപ്പൊ പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തില് താങ്കളുടെ രാജി മാത്രം ഉദ്ദേശിച്ച് വരുന്ന ഒരു ആരോപണമാണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അതിൽ വസ്തുതയുള്ള കാര്യങ്ങളല്ലേ? വസ്തുതയുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞത് എന്താ, കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണ സമിതി പുറത്തു വന്ന സാഹചര്യത്തിൽ അതിനാർക്കെങ്കിലും സംശയമുണ്ടോ? അല്ല, എന്റെ ചോദ്യം, ഈ കോടതി പ്രഖ്യാപിച്ച ഈ അന്വേഷണ സമിതിയിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. പ്രതിപക്ഷ നേതാവ് അത് പറയണം. ഇപ്പോ കോടതി പ്രഖ്യാപിച്ച അന്വേഷണ സമിതിയിൽ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഇല്ലെങ്കിൽ ആ അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ പ്രതിപക്ഷ നേതാവ് സഹകരിക്കണം. ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല? ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അന്നൊന്നും നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയല്ലേ. പക്ഷേ മുൻ ഭരണസമിതിക്ക് എന്തൊക്കെയല്ലോ ചിലത് മറക്കാൻ, അവരൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അതിന്റെ തുടർച്ചയാണല്ലോ താങ്കൾ. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു അന്വേഷണ സമിതി വെച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. അപ്പൊ ഉദ്യോഗസ്ഥരെ മാത്രം അങ്ങനെ ബലിയാടാക്കി മുന്നോട്ട് പോകാൻ പറ്റും? നമുക്ക് നോക്കാം, അതെല്ലാം വരട്ടെ. 6 ആഴ്ച കൂടി ക്ഷമിക്കൂ, ഒരു 6 ആഴ്ച കൂടി ക്ഷമിക്കൂ. ശരി. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.